ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ 3-4 ദിവസം കൊണ്ട് നമ്മുടെ മുടിയിൽ ഓരോരോ സംഭവങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഈ കാർക്കൂന്തലൊക്കെ അങ്ങോട്ട് കിളിർപ്പിക്കാനുള്ള പരിപാടിയിലാണ്. മത്സരമാണ് ഇവിടെ കേട്ടോ. വാശിപ്പുറത്തൊക്കെ മുടി കിളിർപ്പിക്കുകയാണ്. അപ്പോഴേ 3-4 ദിവസമായി നമ്മൾ തുടങ്ങിയിട്ട് ഇന്ന് നമുക്കൊരു അടിപൊളി ഇടുക്കാച്ചി ഒരു സംഭവം മുടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോഴെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോഴെന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. സുപ്പുവിൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വരണേ കണ്ടിട്ട് കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അക്കൂട്ടത്തിൽ നമുക്ക് ഒരു സംഭവം കൂടെ ചേർത്ത് നമ്മുടെ മുടിയുടെ സ്കാൽപ്പിലോട്ടൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ബാക്കി വരുന്നത് നമ്മുടെ കാർക്കൂന്തലിലോട്ട് ഇട്ട് കൊടുക്കാം. മുടിയൊക്കെ കണ്ടോ നല്ല കറുപ്പൊക്കെ ആയി കേട്ടോ. നീളം ഒരുപാടൊന്നും ആയില്ലേലും മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കും കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ളു ഇച്ചി നമുക്ക് തോന്നിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഇന്നത്തെ നമ്മുടെ ഈ കിടുക്കാച്ചി ടിപ്പും കൂടെ അപ്പോഴേ കണ്ടിട്ട് ഓടി വായോ. അപ്പോൾ നമുക്ക് ഇന്ന് വേണ്ടത് ഇവരെ 3 പേരെയാണ്. സവാള എടുത്തിട്ടുണ്ട്, നമ്മുടെ കറ്റാർ വാഴ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പിടിച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിനകത്തുനിന്ന് ഓരോത്തിൽ ഞാൻ എടുത്തതാണ്. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മഞ്ഞ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം 3 പേരെയും കഴുകി വെച്ചേക്കുകയാണ്. നമ്മുടെ കറിവേപ്പില കുട്ടനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ 3 പേരെയും കൂടെ നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോക്ക് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് അവൾ അരച്ച് നീരൊക്കെ തീരും. അപ്പോൾ ഞാനിത് ഒന്ന് അരച്ചെടുത്ത് നീരൊക്കെ എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഇത്രയും മതി. എനിക്ക് കുറച്ച് മുടിയല്ലേ ഉള്ളൂ. അപ്പോഴാ കുറച്ച് മുടിക്ക് ഇത്രയൊക്കെ ആവശ്യം. അപ്പോഴതേ എല്ലാവരെയും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. വെള്ളം ഒഴിക്കാതെ നമ്മൾ അരച്ചെടുക്കുകയാണ് കേട്ടോ. അവൾ നന്നായിട്ട് അരച്ച് തന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു തുണിയിലോ അരിപ്പയിലോ വെച്ച് അരിച്ചെടുത്ത് അതിൻ്റെ നീരെടുക്കാം കേട്ടോ. ഞാൻ എടുത്തുകൊണ്ടൊക്കെ വരാം. നമ്മൾ എടുത്ത സംഭവങ്ങളെല്ലാം നേരടി പിരിഞ്ഞ് നമ്മളിത് എടുത്ത് വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ല, ഇങ്ങനെ ആക്കിയ തറ പോയത് തന്നെ. അപ്പോഴേ വെള്ളം ഒന്നും ഒഴിക്കാതെ നമ്മളിത് അരച്ചെടുക്കണം. എന്നിട്ട് പിരിഞ്ഞ് തുണിയിലോ നമ്മുടെ അരിപ്പയിലോ വെച്ച് അരിപ്പയിലോ വെച്ച് അരിച്ചെടുക്കണം. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ നമ്മുടെ മുടിയിൽ നമ്മൾ വെളിച്ചെണ്ണയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ കാച്ചിയതാണെങ്കിൽ അങ്ങനെ, അതും കൂടെ നമുക്ക് കുറച്ച് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് നമ്മൾ ഇത് ഏത് തരം പായ്ക്ക് നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ മുടിയിൽ നന്നായിട്ട് എണ്ണയൊക്കെ പുരട്ടി ഇട്ടൊക്കെ വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. ഉടക്കൊക്കെ കളഞ്ഞിട്ട് ഇച്ചിരി മുടിയുള്ളിലും ഉടക്കൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ചീകിയതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നും നിങ്ങളെ ഞാൻ കാണിച്ചില്ലല്ലോ സംഭവം. ഇതാണ് സംഭവം കേട്ടോ. നമ്മുടെ സവാളയ്ക്കൊക്കെ നല്ല നീരുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് സംഭവം. ഇത് നമുക്ക് അങ്ങോട്ട് സ്പ്രേ ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം നമ്മുടെ സ്കാൽപ്പിലോട്ടൊക്കെ. ഇതാണ് സംഭവം കേട്ടോ. എണ്ണയും കൂടെ ഒക്കെ അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇടും സൂപ്പർ കേട്ടോ. നമ്മുടെ സ്പ്രേ കുപ്പിയൊക്കെ എടുത്തു. നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് തെറ്റി ഇവൻ തറയിൽ പോയത് തന്നെ കേട്ടോ. അതാണ് ഞാൻ അങ്ങോട്ട് നോക്കാതെ. നമുക്ക് കുറേശ്ശെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇന്നലെ നമ്മൾ ചെയ്ത് കൊടുത്തി അതുമാതിരി തന്നെ. പിന്നെ നമുക്കൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നമുക്കിത് കഴുകി മാറ്റാം കേട്ടോ. സംഭവം ഇടും. അപ്പോൾ ഞാൻ മുടിയിൽ എണ്ണയൊക്കെ പുരട്ടി ഒത്തിരി മുടി തോന്നിക്കും നമുക്ക് കേട്ടോ. എണ്ണയൊക്കെ പുരട്ടി ചീകി സെറ്റാക്കി വെച്ചേക്കുകയാണ്. നമുക്കിങ്ങനെ അല്ലാത്ത സമയത്ത് എൻ്റെ മുടി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് നേരത്തെ ഇട്ട ഇത്രയൊന്നും വരത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മുടിക്ക് നീളം ഇല്ലെങ്കിലും നമുക്ക് നല്ല തിക്കായിട്ട് തോന്നും കേട്ടോ. മുടിക്ക് നല്ല ഉള്ളു വെച്ചതായിട്ട് നമുക്ക് തോന്നും ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. അല്ലേ, ഇത്രയും മുടി നിങ്ങൾക്ക് നേരത്തെ എൻ്റെ മുടി തോന്നുമായിരുന്നോ? ഇല്ല. അപ്പോൾ ഒരു 5-6 ദിവസത്തെ ഒരു വ്യത്യാസം നോക്കണം അല്ലേ. അപ്പോൾ ഇതാണ് നോക്കി കണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് നല്ല പ്രയോജനം കിട്ടും.
അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിടുന്ന ആ ടിപ്പുകളും നിങ്ങൾ ചെയ്ത് നോക്കണം. നല്ല കിടു റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളായിട്ടോ എല്ലാം ചെയ്തേക്കുന്നേ. അപ്പോൾ നമുക്കിത് കുറേശ്ശെ നമുക്ക് സ്കാൽപ്പിലോട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറിവേപ്പിലയും ഒക്കെ, കറിവേപ്പില ഉണങ്ങി എന്നാലും സുപ്പുവിന് കുറച്ചൊക്കെ ഇതുമാതിരിയുള്ള ടിപ്പുകളൊക്കെ ചെയ്യാൻ വേണ്ടി അവൾ തരുന്നുണ്ടേ. പിന്നെ മുടിയൊക്കെ ഒത്തിരി ഉള്ളവരാണെങ്കിൽ കറ്റാർ വാഴയൊക്കെ ഫുള്ളൊരു കറ്റാർ വാഴയുടെ ലീഫൊക്കെ ഇട്ടോളൂ കേട്ടോ. എനിക്ക് കുറച്ച് മുടിയൊക്കെ അല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് എടുത്തേക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സംഭവം, നമ്മുടെ തൊടിയിലുള്ള സംഭവങ്ങൾ വെച്ച് തന്നെയാണ് നമ്മളിപ്പം ഇതൊക്കെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് എന്താടി ഇതിനൊക്കെ വേണോ, അവൾ ഇന്ന് വഴക്കം കൊണ്ട് വന്നേ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ, പിടിക്കണ്ടേ. നമ്മുടെ മുടിയിലോട്ടും സ്കാൽപ്പിലോട്ടും ഒക്കെ നമ്മുടെ ഈ വെള്ളം ഇതിന് നീര് അങ്ങോട്ട് ഇറങ്ങിച്ചില്ല. ഇവിടെ സവാളയുടെ ഒരുപാട് കായ്ക്കുകളുണ്ടല്ലേ. മാത്രമായിട്ടും തേങ്ങാപ്പാലിനകത്തും ഒക്കെ നമുക്കിത് ചെയ്യാം. വേണമെങ്കിൽ ചക്ക പേരിലും കായ്ക്കുമല്ലേ. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ മടിച്ചിരിക്കും, വെറുതെയാ, ചുമ്മാതെയാ, അവൾ കാണിക്കുന്ന വെറുതെയാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലരെയും കുറ്റപ്പെടുത്താറുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ നേരാണ് സംഭവം. അപ്പോഴിത് ഇങ്ങനെ അങ്ങോട്ട് വെള്ളമൊഴിച്ച് നിങ്ങൾ അരച്ചെടുക്കല്ലേ. നമുക്ക് എന്താ സവാളയുടെയും ആ കറ്റാർവാഴയുടെയും അതിൻ്റെയും നല്ലോണം ചാറ് കിട്ടും കേട്ടോ. അപ്പോഴതാ പറയുന്നത്, വെള്ളമൊന്നും ഒഴിച്ച് നിങ്ങൾ അത് അരച്ചെടുക്കരുത്. പിന്നെ തുണിയിൽ ഇതേപോലെ എന്താ അരിപ്പയിൽ അരിച്ചെടുക്കാൻ നോക്കുക. ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ചെയ്യുന്നവരായിരിക്കും കേട്ടോ എല്ലാവരും, ചേച്ചിമാരൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്കും ഇതൊക്കെ ചെയ്ത് പരീക്ഷിച്ച് നമ്മുടെ മുടിയൊക്കെ വളർത്താം കേട്ടോ. നല്ല വ്യത്യാസം കിട്ടും കേട്ടോ. ഒരുപാട് അങ്ങ് എന്താ കിളിർക്ക് കാൽപാദം വരെ വന്നില്ലെങ്കിലും ഒരു പരിധി വരെ നമ്മുടെ മുടിയുടെ ആ എന്താ മുടി പൊട്ടിപ്പോകുന്നതും, ചൂട് സമയല്ലേ മുടി പൊട്ടിപ്പോകുന്നതും ഒക്കെ നമുക്ക് തടയും. ഒരുപാട് അങ്ങ് എന്താ കിളർക്ക് നീളം വെച്ചില്ലെങ്കിൽ ഉള്ളത് നമുക്ക് നല്ല കട്ടിക്കും ഒക്കെ അല്ലേ, നല്ല കളറായിട്ടൊക്കെ ഇരിക്കുമല്ലോ. നമ്മൾ ഡൈ ചെയ്തിട്ട് ഒത്തിരി ദിവസമായി കേട്ടോ. ഇതൊക്കെ തേച്ചാൽ തന്നെ നമ്മുടെ മുടിക്ക് നല്ല വ്യത്യാസം കിട്ടും. അകാല നരയൊക്കെ മാറുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ അകാല നരയൊക്കെ മാറും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് എന്താ നമ്മുടെ കറിവേപ്പിലയൊക്കെ അങ്ങോട്ട് ഇല്ലാത്തവരൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചൊക്കെ നട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും അപ്പുറത്തെ ചേച്ചിയുടെ ഇച്ചിരി കറിവേപ്പില തായോ ചേച്ചി എന്ന് പറഞ്ഞാൽ തരാത്ത ഏത് ചേച്ചിമാർ കാണും അല്ലേ. അവർക്കൊക്കെ നമ്മളോട് സ്നേഹം. അവർ വിചാരിക്കുന്നു ആ കൊച്ചെങ്ങനെയും മുടിയൊന്ന് വളർത്തട്ടെ എന്ന് വിചാരിച്ച് ചേച്ചിമാരെന്തായാലും തരും കേട്ടോ. നിങ്ങൾക്കറിയാലോ സുപ്പുവിൻ്റെ മുടി ഇപ്പോൾ അതിലും ഇത് വ്യത്യാസമായില്ലേ. ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ, അതിലും വ്യത്യാസമായി. നേരത്തെ നമ്മുടെ മുടിയൊക്കെ അങ്ങ് ചെമ്പനായിരുന്നേ, ചെമ്പൻ കളറായിരുന്നു. സത്യം, അമ്മയാണ് സത്യം. ഞാൻ കള്ളത്തരം പറയത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ ഡൈ ഇനി അടിക്കേണ്ട സമയമായി കേട്ടോ. ഒത്തിരി ദിവസമായി നമ്മൾ നാച്ചുറൽ ഡൈ ചെയ്തിട്ട് അത് ഇനി ചെയ്യാം. അപ്പോഴതത്രയും നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇത് നല്ലതാട്ടോ, നമുക്ക് ആ സ്കാൽപ്പിലോട്ട് ഇതൊക്കെ ചെല്ലാൻ ഇതേലെ നല്ലതാട്ടോ, ഇതേലെ കുട്ടികൾ. അപ്പോഴും ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കും. നമ്മുടെ മുഖത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനും മുടിയിലും ഒക്കെ നല്ലതായത് കേട്ടോ. എന്തായാലും ഈ ഒരു പായ്ക്ക് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.
അടിപൊളി സംഭവമാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. മുടിയൊക്കെ ഇങ്ങോട്ട് കിളർത്ത് നമുക്ക് കെട്ടിവെക്കാൻ പരുവത്തിലാവട്ടെ. അതൊക്കെ ഒരു വല്ലാത്ത ഒരു ആഗ്രഹമാണല്ലേ, കെട്ടിവെക്കാൻ. അതിലും അധികം ആവട്ടെ എന്നൊക്കെ പറയുന്നത് ഒരു അത്യാഗ്രഹമാണല്ലേ. അത്രയൊന്നും വേണ്ട, എന്തായാലും ഒന്ന് കെട്ടി വരുമ്പോൾ ഒരു 3-4-5 കെട്ട് മതി അല്ലേ. എനിക്കിപ്പോൾ ഒരു ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഈ ഫുള്ള് ഇങ്ങനെ ഈ വിരൽ ഫുള്ള് ഇങ്ങനെ അകത്തോട്ടിട്ടിട്ട് നിങ്ങൾ നോക്കിക്കോണേ. ഇങ്ങനെ എനിക്ക് ഇത്രേ പറ്റുന്നുള്ളൂ, ഫുള്ള് നമ്മുടെ വിരൽ ഇട്ട് ഇത്രേ വരുന്നുള്ളൂ കേട്ടോ, ഇത്രേ വരുന്നുള്ളൂ. പിന്നെ അല്ലാതെ നമ്മൾ വേറെ രീതിക്ക് കെട്ടുന്നത് ഇതേ ഈ രണ്ട് വിരൽ വെച്ച് നമ്മൾ ചെയ്യാൻ പറ്റുക. ഈ 2 വിരൽ വെച്ച് ചെയ്യുമ്പോൾ നോക്കട്ടെ. അന്നേരം പിന്നെ നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് ചുറ്റൽ വരുന്നുണ്ട് കേട്ടോ, ചുറ്റാൻ ഒക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും പോരാ, അതൊന്നും പോരാ. ഒരു 5 ചുറ്റെങ്കിലും നമുക്ക് വേണം. 5 ചുറ്റെങ്കിലും നമുക്ക് ചുറ്റുന്ന പരുവത്തിൽ നമ്മുടെ മുടിയാക്കി എടുക്കണം കേട്ടോ. എന്നും വെച്ച് എന്നൊന്നും ഞാനിതിപ്പം നിങ്ങളെ കാണിക്കണമെന്നില്ല. എന്തായാലും ഞാൻ വിചാരിച്ചു ഒരു 7 ദിവസം നമുക്ക് എന്തായാലും നമ്മുടെ ഈ മുടിയുടെ ടിപ്പ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ പറയുകയും ചെയ്യും അല്ലേ. സത്യം അതേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. ചിലർ വിചാരിക്കും എന്നും ഇതേ ഉള്ള പണി അല്ല കേട്ടോ. ഞാൻ എന്തായാലും 7 ദിവസം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ ഇതൊന്നും അങ്ങാടിക്കടയിൽ നിന്ന് ഒന്നും വാങ്ങിക്കുന്നില്ല. നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഉള്ള ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തിയില, കറിവേപ്പില, പിന്നെ പച്ചക്കറിക്കകത്ത് സവാള, ഇതൊക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ട് മുടി വളർത്തും അല്ലേ. അപ്പോൾ ഇത് മുടിയിലോട്ട് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഒരു കുഴപ്പമില്ല. പിന്നെ സ്കാൽപ്പിലും നമുക്ക് നന്നായിട്ട് ഇത് ഫുള്ള് നമുക്കിത് അടിച്ച് തീർക്കണം കേട്ടോ. അപ്പോഴതെല്ലാം ഞാൻ തീർത്തിട്ട് വരട്ടെ. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിൽ ഇതൊന്ന് ഇതൊന്ന് പിടിച്ചിരിക്കട്ടെ. മുടിയിലും നമ്മുടെ സ്കാൽപ്പിലൊക്കെ നമ്മൾ ഒത്തിരി നേരം ഇങ്ങനെ ഇപ്പം കൈ വേദന എടുക്കും കേട്ടോ. കൈ കഴിക്കുന്നത് അല്ലെങ്കിൽ തന്നെ പിരാക്ക പിള്ളേർ, എന്തൊരു പിരാക്ക. അപ്പോഴാണ് ഈ കൈയൊക്കെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ഞാനൊന്ന് തേച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് ചുറ്റി കെട്ടി വയ്ക്കാം കേട്ടോ. ചുറ്റി കെട്ടി വെച്ചിട്ട് ഞാൻ ഒരു ഇരുന്നിട്ട് കുളിച്ചിട്ട് വരുന്നില്ല. ഇത് കൈ അങ്ങ് കളഞ്ഞാൽ മതി കേട്ടോ. പിറ്റേന്ന് എന്തായാലും നമ്മൾ വരുമല്ലോ. വൈകിട്ട് തല നനയ്ക്കത്തില്ലല്ലോ, ദേഹം മാത്രമല്ലേ നമ്മൾ കഴുകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് ഫുള്ളൊന്ന് അടിച്ചിട്ട് വരാം. അവസാനമായപ്പോൾ അവന് സ്പ്രേ ചെയ്യാനൊരു ഒരു മടി കേട്ടോ. ഇതിന് ബാക്കിയെല്ലാം നമ്മൾ അടിച്ച് തീർത്ത് ഇത്രയും കൂടെ ഉള്ളു കേട്ടോ. കൈ വേദന എടുക്കുന്നത് എനിക്കിങ്ങനെ ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോഴേ ഈ വിരൽ ഇച്ചിരിയും കൂടെ ഉള്ളു കേട്ടോ. അത് ഇച്ചിരി കഴിയട്ടെ. അപ്പോഴതേ നമ്മളെല്ലാം എല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ട് വാരി പിടിച്ചങ്ങ് കെട്ടാം കേട്ടോ. അതും കൂടെ ഞാൻ ഇച്ചിരി കഴിഞ്ഞ് അങ്ങ് തേച്ച് കൊടുക്കാം. എന്തായാലും നമ്മൾ എടുത്തതല്ലേ. അപ്പോൾ മുടി നന്നായിട്ട് ഇങ്ങനെ മുടിയല്ല നമ്മുടെ സ്കാൾപ്പൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് രാവിലെ നമ്മൾ എണ്ണ തേച്ച്, അങ്ങനെയാണ് ചേച്ചിമാരൊക്കെ പറയുന്നത്. നന്നായിട്ട് സ്കാൾപ്പൊക്കെ അങ്ങോട്ട് ഇങ്ങനെ കൂടി ചെയ്തിട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ അങ്ങോട്ട് ആക്കിയിട്ടൊക്കെയാണ് ഞാനിപ്പം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇനി നമുക്ക് കെട്ടി വയ്ക്കാം. അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണം ഇത് കേട്ടോ. വലിയ ചിലവൊന്നുമില്ലല്ലോ. അപ്പോഴേ കെട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് അങ്ങോട്ട് കഴിക്കണം. പിന്നെ ഏത് തരം പായ്ക്കൾ ഇട്ടാലും നമ്മൾ ഷാമ്പു ഇട്ട് കഴുകാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഞാൻ അങ്ങനെ ഷാമ്പു കഴുകത്തില്ല. നന്നായിട്ട് വെള്ളം ഒഴിച്ച് അത് ബാത്റൂമിലെല്ലാം നിന്ന് ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് കഴുകുന്നത് വെളിയിലാണ് കേട്ടോ. ബാത്റൂമിനകത്തൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരത്തില്ല. എന്തായാലും സവാളയുടെയൊക്കെ ഒരു ഇലയുടെയൊക്കെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ വെളിയിൽ നിന്ന് വേണം നമ്മളിതൊക്കെ കഴുകിമാറ്റാൻ. നമുക്ക് ബാത്റൂമിൽ നിന്ന് എപ്പോഴും നമ്മൾ കഴിയേണ്ടി വരത്തില്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം.
എന്തായാലും നമ്മൾ തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ കുളിച്ച് കയറുമല്ലേ. അപ്പോൾ എന്തായാലും ഒരാഴ്ചത്തെ ഒരു എന്താ നമ്മുടെ മുടിയുടെയൊക്കെ ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ, കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് കാണിച്ചേക്കുന്നത്. ചെയ്യുന്ന കൂട്ടുകാർ കാണും, ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ കാണും. അപ്പോൾ നിങ്ങളുടെ ടിപ്പുകൾ ഞാൻ പരീക്ഷിച്ച് നോക്കുന്നതാണ്. എന്തായാലും നിങ്ങൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയ സംഭവങ്ങളാണ് നിങ്ങളും ഞങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതൊക്കെ കണ്ട് ഞങ്ങളും ഒക്കെ മുടിയൊക്കെ വളർത്തി കാണിക്കട്ടെ. പിന്നെ മുടിയൊക്കെ കാണുന്ന ഞങ്ങളുടെ അല്ല, നിങ്ങളുടെയൊക്കെ മുടിയൊക്കെ കാണുന്ന ഞങ്ങൾ ഒരിക്കലും കേട്ടോ കണ്ണൊന്നും വിടത്തില്ല കേട്ടോ. നിങ്ങളത് തുടർന്നും കാണിച്ചുകൊണ്ടിരുന്നോ. ഞങ്ങൾ കണ്ണൊന്നും വിടത്തില്ല കേട്ടോ. ഞങ്ങൾക്ക് കുശുമ്പ് അസൂയ ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾ പാവം കൊച്ചുങ്ങളാണ്. അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞിരുന്ന ടിപ്പുകൾ ഞങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഞങ്ങളും മുടിയൊക്കെ വളർത്തട്ടെ, നമുക്ക് ഒരുമിച്ച് വളർത്താം മുടിയൊക്കെ അല്ലേ. അസൂയ കുശുമ്പ നമുക്കൊന്നും ഇല്ലല്ലോ അല്ലേ. നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ അസൂയയും കുശുമ്പും? ആർക്കും ഇല്ല. അപ്പോൾ ഇത് ഇച്ചിരി കൂടെ ഉണ്ട് കേട്ടോ. ഇച്ചിരി കൂടെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ താഴോട്ട് ഇറങ്ങാതെ ഇച്ചിരി കൂടെ കഴിഞ്ഞ് നമുക്ക് പുരട്ടി കൊടുക്കാം, സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇച്ചിരി എണ്ണ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് വേണം കലക്കി നമ്മൾ തേക്കാൻ കേട്ടോ. ഞാൻ ചെയ്യുന്നത് കണ്ടല്ലോ. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ വേറൊന്നും നമ്മൾ പറഞ്ഞില്ലല്ലോ. നാട്ടുകാർക്കും പഞ്ചായത്തുകാർക്കും എല്ലാവർക്കും സുഖം കേട്ടോ. തമ്പുരാൻ ആർക്കും അസുഖങ്ങൾ ആപത്തൊന്നും വരുത്താതെ ഇരുന്നാൽ മതി. അത് മാത്രമാണ് പിന്നെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ളവർ സുക്കുനോട് പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. എനിക്ക് അതേ ഉള്ളൂ. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഒരുപാട് സ്നേഹത്തോടെ കമൻറ്റും ലൈക്കൊക്കെ തരുന്നവർക്ക് ഒരുപാട് സ്നേഹം കേട്ടോ. ആർക്കും ഒരു സുഖ തരികയാണ്. എല്ലായിടത്തും വന്നെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു അരമണിക്കൂർ ഇരുന്നിട്ട് കഴിക്കാം കേട്ടോ.